GOB ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പാമിസ്ട്രിയുടെ വീഡിയോ ആണ് നമ്മൾ ഇന്നും പറയുന്നത്. ഒരത്ഭുതകരമായ ഒരു സൈനാണ് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായ ഒരു അത്ഭുതകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു സൈനിൻ്റെ കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ സൈനിനെ അറിയപ്പെടുന്നത് വിഷ്ണു സൈൻ എന്നാണ്. അതായത് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹമുള്ള ആളുകളുടെ കയ്യിൽ വരുന്ന ഒരു സൈനാണിത്. മഹാവിഷ്ണുവിൻ്റെ ഒരു അത് ഭയങ്കരമായ ഒരു ഐശ്വര്യം നമുക്ക് കൊണ്ടെത്തിക്കും. നമ്മുടെ കൈകളിൽ ശൂലത്തിൻ്റെ ചിഹ്നവും ഒപ്പം തന്നെ വി എന്ന അടയാളവും എല്ലാം കൂടി വരുന്ന ഒരു പ്രത്യേക തരം ഹസ്തരേഖയാണത്. അപ്പോൾ ഈ ഒരു രേഖ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും സമൂഹത്തിൽ ബഹുമാനം, അതുപോലെ തന്നെ ആളുകളുടെ ആദരവ്, നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾക്കുണ്ടാകുന്ന വിജയം തൊട്ട് എല്ലാ കാര്യങ്ങളും വളരെയധികം നന്നായി നടക്കുന്ന ഒരു സൈനാണ് ഈ വന്നിരിക്കുന്ന സൈന്. വിഷ്ണു സൈൻ എന്ന് പറയും. അപ്പം ഞാൻ അതിൻ്റെ ഇമേജ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കൈരേഖ ആ രീതിയിലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഗുണഗണങ്ങൾ വരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ എന്നെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ പറയുന്നത് വിഷ്ണു സൈൻ്റെ ആ ഒരു ഇമേജ് ഞാൻ കാണിക്കാം. അതിന് മുമ്പായി തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോകളിലെല്ലാം പാമിസ്ട്രിയുടെ വീഡിയോയോടുകൂടി തന്നെ നമ്മൾ മോട്ടിവേഷൻ സ്റ്റോറിയും അതുപോലെ തന്നെ നമ്മൾ ജ്യോതിഷത്തിലെ ചില യോഗങ്ങളെപ്പറ്റിയും സംസാരിക്കാറുണ്ട്. അതുപോലെ ദിനപ്പൊരുത്തത്തെപ്പറ്റിയും സംസാരിക്കുന്നുണ്ട്. അത്തരം വിഷയങ്ങളെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ പാമിസ്ട്രി വല്ലു എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഫുള്ളായിട്ട് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. അസ്ട്രോളജി 2025 എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടിരിക്കുന്ന പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വാച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് ഇമേജിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഇതാണ് ആ ഇമേജ്. അപ്പോൾ നമ്മളിവിടെ ഇമേജ് തയ്യാറാക്കിയിരിക്കുന്ന പടത്തിനകത്ത് ഞാൻ കുറച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ശൂലത്തിൻ്റെ ഒരു പടം ഇവിടെ ഞാനായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വി അടയാളം ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു വി അടയാളം ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഓർമ്മ പുതുക്കാനായിട്ട് ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ ആയുർരേഖ, ഈ കാണുന്നതാണ് നമ്മുടെ ബാഹ്യരേഖ, ഈ കാണുന്നതാണ് നമ്മുടെ ശിരോരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ എന്ന് പറയുന്നത്, ഈ കാണുന്നതാണ് നമ്മുടെ ഹൃദയരേഖ അല്ലെങ്കിൽ ആരോഗ്യരേഖ എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട നിയമം നമ്മൾ മറന്നു പോകാതിരിക്കണം. ഏതാണ് ആ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലത് കൈയാണ് പുരുഷന്മാർക്ക്, ഇടത് കൈ സ്ത്രീകൾക്ക്. ഒപ്പം ഈ വീഡിയോ എടുക്കാൻ നേരത്ത് ഒരു ചെറുതായിട്ട് വിരലിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് വന്നിട്ടുണ്ട്. എല്ലാവരും ക്ഷമിക്കുക. ക്യാമറയുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്, ക്ഷമിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഈ അടയാളത്തിലേക്ക് പോകാം. ഇവിടെ നമ്മുടെ പെരുവിരലിന് താഴെയായിട്ട് തള്ളവിരൽ എന്ന് പറയാറുണ്ട് ചില സ്ഥലങ്ങളിൽ. പെരുവിരൽ എന്നാണ് ഇതിനെ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ഈ ഒരു വശം നമ്മുടെ ഈ ഉയർന്നു നിൽക്കുന്ന ഈ വലത് കൈയുടെ ഈ വശം, സ്ത്രീകളിലാണ് ഇടത് കൈ, ഉയർന്നു നിൽക്കുന്ന ഈ വശത്ത് ഇതുപോലെ താഴേക്കൊരു ത്രികോണം വരികയും അതിനോടൊപ്പം തന്നെ ഇതിലേതെങ്കിലും ഒന്നുണ്ടായിട്ട് കാര്യമില്ല, ഈ പറയുന്ന മൂന്നും വേണം. അപ്പോൾ ഈ ത്രികോണം വരികയും ബുദ്ധിരേഖയെ ഖണ്ഡിച്ചുകൊണ്ട് തന്നെ ബുദ്ധിരേഖയ്ക്ക് മേളിലായിട്ട് ഒരു ശൂലത്തിൻ്റെ ചിഹ്നവും അതിൻ്റെ വാല് താഴേക്ക് വരികയും അപ്പോൾ ഇവിടെ ഹൃദയരേഖയുടെ അവസാനം ചൂണ്ടുവിരലിൻ്റെ അടിഭാഗത്തേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ഇതുപോലെ വി പോലെ നിൽക്കുകയും വേണം. ഇതിനെയാണ് വിഷ്ണു സൈൻ അല്ലെങ്കിൽ വിഷ്ണു സൈൻ എന്ന് പറയുന്ന ഒരു സിമ്പലാണിത്. അതായത് ഒരു രേഖയാണിത്. ഇത്തരം ഒരു രേഖയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾ വളരെയധികം സാമ്പത്തികമായി ഉയരുമെന്നും വളരെയധികം ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുമെന്നാണ് പറയുന്നത്. ഇതങ്ങനെ ആരുടെയും കൈകളിൽ അങ്ങനെയൊന്നും വരാറില്ല. കാരണം അതുപോലെ ഐശ്വര്യവും മഹാഭാഗ്യവും വരുന്ന ഒരാളുടെ കയ്യിൽ മാത്രമേ ഇത്തരം ഒരു രേഖ വരികയുള്ളൂ. കോടിക്കണക്കിന് ആളുകളിൽ പോലും ഈ രേഖ വരാറില്ല. വരുന്ന ആൾ അതീവ ഭാഗ്യവാനും അതീവ ധനവാനും അതീവ യോഗങ്ങൾക്കുടമയായി തീരുന്നു. ഒരു രാജാവിനെ പോലെ തന്നെ ജീവിക്കാനുള്ള സകല സൗഭാഗ്യങ്ങളും അയാളെ തേടിയെത്തുമെന്നാണ് നമ്മുടെ ഈ പാമിസ്ട്രിയുടെ വിശ്വാസം പറയുന്നത്. കാരണം ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് തരം രേഖകളുണ്ട് ഹസ്തരേഖ ശാസ്ത്രത്തിൽ. അതിൽ 3/4 ജനങ്ങൾ ജനിക്കുന്നത് കയ്യിൽ 4 രേഖകൾ മാത്രമായിട്ടായിരിക്കും. പിന്നെ അവരുടെ ജീവിതത്തിൽ മറ്റ് രേഖകളൊന്നും ആ കൈ കാണുകയില്ല. അവരുടെ അന്ത്യകാലം വരെ അവരുടെ കൈകളെല്ലാം പ്ലെയിൻ ഹാൻഡ് ആയിരിക്കും. നിങ്ങളും നോക്കുക, പല ആളുകളും 90% ആളുകളുടെ കൈകളും പ്ലെയിൻ ഹാൻഡ് ആയിരിക്കും. ആ വരകൾ എന്നും അങ്ങനെ തന്നെ അവിടെ കാണും. മാത്രമല്ല സാധാരണ കൈകളിൽ ഏതെല്ലാം രേഖകളാണ് സാധാരണ കാണുക? ആയുർരേഖ കാണും, ഭാഗ്യരേഖ കാണും, ബുദ്ധിരേഖ കാണും, ആരോഗ്യരേഖ കാണും. ഇത്ര 4 രേഖ കാണും. ചില ആളുകൾ ഈ ഭാഗ്യരേഖ കാണത്തില്ല, അതും ആയുർരേഖയും കൂടി ഒട്ടിയിരിക്കും. ചില ആളുകൾ ബുദ്ധിരേഖയും ഹൃദയരേഖയും കൂടി ഒട്ടിയിരിക്കും. പിന്നെ വേറെ ഒന്നും കാണുകയില്ല. പിന്നെ കൈ തെളിഞ്ഞിരിക്കും, 2 കൈയും. അങ്ങനെയാണ് സാധാരണ എല്ലാവരുടെയും രേഖകൾ കാണുക. 3/4 ആളുകളെ 100 പേരെ എടുത്തു കഴിഞ്ഞാൽ 80 പേരുടെ കൈകളും തെളിഞ്ഞ കൈകളാണ്.
വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സമനിലയിൽ ജീവിച്ചു പോകുന്ന ആളുകളാണത്. പ്രത്യേകിച്ച് ഉയർച്ച താഴ്ചകളൊന്നും ഇല്ലാതെ പോകുന്ന ആളുകൾ. പക്ഷേ ചിലരുടെ കൈകൾ തുറന്നു നോക്കുമ്പോൾ, ചില ആളുകളുടെ കൈകൾ തുറന്നു നോക്കുമ്പോൾ നിറച്ച് അവിടുന്ന് ഇവിടുന്നും എക്സ്, ഗുണം, അതുപോലെ ത്രികോണങ്ങൾ, എം എന്നുള്ള ചിഹ്നം, അങ്ങനെ പല പല നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുമാതിരി ചിത്രരചന നടത്തിയ രീതി ഇരിക്കുന്ന കൈകളുള്ളവരുണ്ട്, രണ്ട് കൈകളും. അപ്പോൾ ആ രീതിയിലുള്ള കൈകളിലാണ് ഇത്തരം രേഖകൾ പ്രത്യക്ഷപ്പെടുക. അനാവശ്യമായി രേഖകളില്ലാത്ത ആളുകളുടെ കയ്യിൽ വിരളമായിട്ടാണ് രേഖകൾ പ്രത്യക്ഷപ്പെടുക. ആ രേഖ വരുന്നതോടുകൂടി അതിൻ്റെ ബാഹ്യദോഷമാണെങ്കിലും ബാഹ്യമാണെങ്കിലും ആ വ്യക്തി തന്നെ അനുഭവിക്കണം. പക്ഷേ ചില ആളുകളുടെ കൈകളിൽ അനാവശ്യമായ രേഖകൾ അങ്ങനെയൊന്നും വരാറില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു രേഖ വന്നാൽ ഭാഗ്യരേഖ മാത്രമായിരിക്കും, അല്ലെങ്കിൽ വിവാഹരേഖ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രേഖ, അല്ലെങ്കിൽ ഒരു ത്രികോണത്തിലൊക്കെ പോയി നിൽക്കും, അത്രേ ഉള്ളൂ. പക്ഷേ ഒരുപാട് തരത്തിലുള്ള കൈരേഖകളിൽ ഇതൊരു വ്യത്യസ്തമായ രേഖയാണ്. ചില ആളുകളിൽ ഇങ്ങനെയായിരിക്കും നിൽക്കുക. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു താമരയുടെ ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു ശൂലത്തിൻ്റെ ഷേപ്പിലോ ഒക്കെ നിൽക്കുക. താമര ചിഹ്നങ്ങളൊക്കെ വരാറുണ്ട്, ചിലരുടെ കയ്യിൽ താമരയൊക്കെ വരാറുണ്ട്, ത്രികോണം വരാറുണ്ട്, നക്ഷത്രം വരാറുണ്ട്, അമ്പ് വരാറുണ്ട്, അമ്പ്, അതുപോലെ തന്നെ ഒരുപാട് വട്ടം, സൂര്യൻ്റെ ചിഹ്നം, വട്ടം, ചതുരം, ഇതൊക്കെ വരാറുണ്ട്. ചതുരമൊക്കെ ഞാൻ പലരുടെയും കൈകൾ കണ്ടിട്ടുണ്ട്. കാരണം ചതുരം, ത്രികോണം, ഈ പറയുന്ന മുക്കാൽ പങ്ക് സിമ്പിൾ, ഇത് മാത്രമാണ് ഞാൻ സാധാരണ ആളുകളിൽ കാണാത്ത ഒരു ഇത്. കാരണം ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു രേഖയാണിത്. ത്രികോണവും എമ്മടയാളവും ഒക്കെ പല ആളുകളുടെയും കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒന്നിലധികം സിമ്പിളുകളുള്ള കൈയും കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു അത്ഭുത ശാസ്ത്രശാഖയാണ് പാമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വിഷയങ്ങൾ ഇനി സംസാരിക്കാം. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടെ സംസാരിച്ച കാര്യം കണ്ടല്ലോ, മഹാവിഷ്ണുവിൻ്റെ യോഗത്തിൽ ഉള്ള ആളുകളിലാണ് ഈ പറയുന്ന ഒരു വിഷ്ണു യോഗമാണ് ഈ കാണുന്നത്. ആ ഒരു യോഗമുള്ള ഹാൻഡിലാണ് ഈ പറയുന്ന ചിഹ്നം വരിക. ഇതൊരു അപൂർവ ചിഹ്നമാണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം ഈ ഒരു നൂറ്റാണ്ടിലാവുകയില്ല ചിലപ്പോൾ നിങ്ങളിത് കാണുന്നു. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടു, ഇന്നിപ്പോൾ ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്കൊരു 60 വയസ്സിന് പ്രായത്തിന് ശേഷം നിങ്ങളുടെ വീട്ടിൽപ്പെട്ട ആരുടെയും കയ്യിലോ, അല്ലെങ്കിൽ നിങ്ങൾ ആ കാലത്തായിരിക്കും ചിലപ്പോൾ ഇതുപോലൊരു വ്യക്തിയെ കണ്ടെത്തുക. ഏതാ കയ്യിൽ ആ രേഖയുള്ള വ്യക്തി. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ എത്തുന്ന ആളുടെ കൈകൾ ചിലപ്പോൾ നിങ്ങളെ പരിശോധിച്ച് കഴിയുമ്പോൾ ഇതുപോലൊരു രേഖയാണ് കണ്ടെങ്കിൽ, എൻ്റെ ഇന്ന ചെറുപ്പകാലത്ത് ഞാൻ ഇങ്ങനൊരു വാർത്ത കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു അറിവ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് വിഷ്ണു യോഗമാണെന്നുള്ളത് നിങ്ങൾക്ക് അന്ന് ആ ആളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം ഇത് അങ്ങനെ ഒരാളുടെ ആയുസ്സിലൊന്നും ഒരു വ്യക്തി ഇതുപോലെ ജനിച്ചു വരാറില്ല. അങ്ങനെ ജനിച്ചവരുണ്ട്, നമ്മുടെ ലോകത്തുണ്ട്. ഏത് ഭാഷക്കാരനായിക്കോട്ടെ, രാജ്യാന്തര ഭാഷ, ജാതി, വർണ്ണ ഭേദമൊന്നും ഇതിനില്ല. ഈ ഭൂമിയിൽ ഒരുപാട് ആളുകൾ ഇതുപോലെ ജനിച്ചവരുണ്ട്. അത് ചിലപ്പോൾ ഈ രാജ്യത്താവണമെന്നില്ല. ഇപ്പം എവിടെയാണെങ്കിലും ഹസ്തരേഖയ്ക്ക് പൊതു നിയമമാണുള്ളത്. പേരുകൾക്കും നക്ഷത്രങ്ങൾക്കും യോഗങ്ങൾക്കുമൊക്കെ മാറ്റമുണ്ടെങ്കിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ നിയമമല്ല വിദേശത്തുള്ള സമയത്തിൻ്റെ നിയമങ്ങൾ, നേരം വെളുക്കുന്നതിന് ദിവസത്തിൻ്റെ വ്യത്യാസം. നമ്മുടെ ഇപ്പോൾ ഒരു ദിവസം മുന്നോട്ടാണെങ്കിൽ അവരുടെ ഒരു ദിവസം പിന്നോട്ടായിരിക്കും. ആ വെച്ച് ചിലപ്പോൾ ജാതകവും നക്ഷത്രവും മാറാറുണ്ടെങ്കിൽ പോലും ഹസ്തരേഖയുടെ കാര്യം എല്ലാവർക്കും സെയിമാണ്. ഈ പറയുന്ന ഇത്രയും രേഖകളെ മനുഷ്യനാണെങ്കിൽ അവൻ്റെ കയ്യിലുള്ളൂ, മനുഷ്യനാണെങ്കിൽ അവൻ്റെ കയ്യിലുള്ളൂ, ഇത്രയും രേഖകളേ ഉള്ളൂ. ഈ രേഖകളെല്ലാവരുടെയും ഒരേ രീതിയിലായിരിക്കും. പ്രധാനമായും ഏതെല്ലാം രേഖയുണ്ടാകും? ആരോഗ്യരേഖ, ബുദ്ധിരേഖ, ഭാഗ്യരേഖ, ആയുർരേഖ. ഈ പറയുന്ന 4 രേഖയും എല്ലാ ആളുകളുടെയും കയ്യിലും ഉണ്ടായിരിക്കും. അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. എല്ലാ ആളുകളുടെയും സെയിം. കൈക്കകം തുറന്നു കഴിഞ്ഞാൽ എല്ലാ ആളുകളുടെയും സെയിം ആയിരിക്കും കാണുക എന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ വരുന്ന വ്യത്യാസങ്ങളനുസരിച്ചിട്ടാണ് നമ്മൾ പാമിസ്ട്രി അനലൈസ് ചെയ്യുന്നത്. ആളുടെ സ്വഭാവ രീതി, പ്രകൃതം തുടങ്ങിയവയെല്ലാം. ഇനിയിപ്പോൾ സംസാരിക്കാനുള്ള കാര്യം പറഞ്ഞാൽ, ജ്യോതിഷത്തിൽ ഞാൻ കുറേ യോഗങ്ങളുടെ പേര് പറയുമായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു നെഗറ്റീവ് സൈഡുള്ളൊരു യോഗത്തെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇത്ര ഭീകരമായ നെഗറ്റീവ് സൈഡൊന്നുമല്ല. ഇത് മനസ്സിലാക്കിയിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യോഗം വന്നിട്ടുണ്ട് നിങ്ങളുടെ ഗ്രഹനിലയിലുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ പേര് പറഞ്ഞിട്ടില്ല, ഏത് യോഗമൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ല, ഇതിൻ്റെ സ്വഭാവം എന്തൊന്നും നിങ്ങൾക്ക് അറിയില്ല. ചിലപ്പോൾ ആ ജ്യോതിഷം നിങ്ങളോടത് പറഞ്ഞു തരണമെന്നില്ല. ചിലപ്പോൾ ആ ഇങ്ങനെ യോഗം ഉണ്ടെന്ന് ചിലപ്പോൾ പറഞ്ഞെന്നേ വരികയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗ്രഹനില പരിശോധിപ്പിക്കുമ്പോൾ ഇതിൽ ശകടയോഗമെന്ന് കാണുകയാണെങ്കിൽ, ശകടയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തരുന്നൊരു യോഗമാണ്. അപ്പം ശകടയോഗം എന്ന് പറയുന്ന യോഗത്തിന് എന്തെല്ലാമാണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം തടസ്സമായിരിക്കും. ഒന്നാമത്തെ കാര്യം, സാധാരണ വ്യക്തികൾ ചെയ്യുന്ന ഇതിൽ കൂടുതൽ പണിയെടുത്താലേ ആ വ്യക്തിക്കൊരു വിജയം ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്ന് കരുതുക.
ശകടയോഗം അത് ഏത് നക്ഷത്രക്കാർക്കും വരാം, ഇന്ന നക്ഷത്രക്കാരനല്ല. 27 നക്ഷത്രത്തിൽപ്പെട്ട ആർക്കും യോഗത്തിൽ മാറ്റം വരാം. ഇന്ന നക്ഷത്രമാണ്, ഒരാളിപ്പം ഭരണിയാണെങ്കിൽ അടുത്ത ഒരു ഭരണിക്കാരന് ഈ യോഗമല്ല. യോഗങ്ങൾക്ക് വ്യത്യാസമുണ്ട്. നക്ഷത്രവും പൊതുസ്വഭാവവും പൊരുത്തമില്ലാത്ത നക്ഷത്രവും സെയിം ആണെങ്കിലും വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന ഏതെല്ലാമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഗങ്ങളാണ് മാറി മാറി നിൽക്കുക. ചിലർക്ക് കോടീശ്വരനാവുള്ള യോഗം ഉണ്ടാകും, ചിലർക്ക് മോശം യോഗമായിരിക്കും. അതിൻ്റെ ഒരേ നക്ഷത്രമായിട്ടും കാര്യമില്ല. അപ്പം നക്ഷത്രങ്ങളിലല്ല ഇത് തിരിച്ചിരിക്കുന്നത്. യോഗങ്ങളുടെ കണക്ക് നമ്മുടെ ഗ്രഹനില അനുസരിച്ചിട്ടാണ്. ഏതെല്ലാം ഗ്രഹങ്ങളാണ് ആകാശത്തുള്ളത്, നവഗ്രഹങ്ങളാണുള്ളത്, നവഗ്രഹങ്ങളുടെ ദൃഷ്ടി എവിടെയാണ് വന്നിരിക്കുന്നത്, ജാതകത്തിൽ എവിടെയാണ് വന്നിരിക്കുന്നത്, അതിനനുസരിച്ചുള്ള അനുഭവമാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ശകടയോഗം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉത്തരവുള്ള സംഭവം. ഇപ്പോൾ ശകടയോഗത്തിലുള്ള ഒരാളെ എക്സാമ്പിൾ പറയും. ഒരു മാവിൽ കുറേ മാങ്ങ ഉണ്ടെന്ന് കരുതുക. ആ മാങ്ങായിക്കിട്ട് മറ്റുള്ളവർ എറിയുമ്പോൾ അല്ലാതെ വീഴുന്നെന്ന് കരുതുക. മറ്റുള്ളവർക്കെല്ലാം ഉന്നമുണ്ടെന്ന് കരുതുക. ശകടയോഗത്തിൽപ്പെട്ട ഒരാൾ എറിയുകയാണെങ്കിൽ ചിലപ്പോൾ 10 തവണ എറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇലക്കെട്ട് കൊള്ളാം. 11ാമത്തെ എറിയുവാണെങ്കിൽ എറിയുമ്പോഴായിരിക്കും അത് വീഴുക. ബാക്കി ആരെറിഞ്ഞാലും 2 എറിഞ്ഞത് വീഴും. പക്ഷേ ഈ ഒരു യോഗത്തിൽപ്പെട്ട ആൾ ചിലപ്പോൾ എറിയുമ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ എന്തിനാണ്, ഇതിപ്പോൾ ജോലിയുടെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾക്ക് വേണം ഉപമിക്കുക ഈ കാര്യം. എല്ലാവർക്കും ഇൻ്റർവ്യൂ കഴിഞ്ഞ് ജോലി കിട്ടുന്ന ഒരു നിസ്സാരപ്പെട്ടൊരു കാര്യം. ആ ശകടയോഗത്തിലുള്ള ആൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 25 തവണ എവിടെയെങ്കിലും കയറിയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ജോലി എറിയാവുന്നത്. അതിന് വലിയ ആയുസം ഉണ്ടാവില്ല, ജോലി നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ട്. അങ്ങനെയുള്ള കാലക്കേടുകൾ, അനുഭവങ്ങൾ, ആർക്കും സംഭവിക്കാത്ത ചില വിചിത്രമായ അനുഭവങ്ങൾ പറഞ്ഞാൽ കൂടി ആരും അംഗീകരിക്കുക. പിന്നെ അങ്ങനെയൊക്കെ ലോകത്ത് വല്ലതും നടക്കുന്നതാണ് എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ, വിചിത്രമായ ചില പ്രശ്നങ്ങൾ വന്ന് തടസ്സങ്ങളുണ്ടാക്കുക, മാർഗതടസ്സങ്ങളുണ്ടാക്കുക, കാര്യതടസ്സങ്ങളുണ്ടാക്കുക, പ്രശ്നങ്ങളുണ്ടാക്കുക. ഇത്തരം കാര്യങ്ങൾ ചെന്ന് നമ്മൾ മറ്റാരോടും സംസാരിക്കുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളെ ഉപദേശിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ തനിക്ക് ഏതെങ്കിലും സൈക്കോളജി പരമായ ചില പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ഇങ്ങനെ തോന്നുന്നു വരെ പറഞ്ഞു വിടാൻ സാധ്യതയുണ്ട്. അത്തരം വരെ പടി കേൾക്കാൻ വരെ അനുഭവമുള്ള ഒരു യോഗമാണ് ശകടയോഗം. ഇതെല്ലാ ആളുകൾക്കും ഇല്ല, ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക. ഇനി ഇതിനെ രക്ഷിക്കാൻ കൂടി ഒരു മാർഗം ജാതകത്തിൽ കിടപ്പുണ്ട്, ഗ്രഹനിലയിലുണ്ട്. ശകടയോഗ ഭംഗമെന്ന് പറയും. അതായത് ശകടയോഗമുള്ള ഒരാൾക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ ശകടയോഗം വിട്ടുപോകും. അതിൻ്റെ ടൈം പീരീഡിലേ ഉള്ളൂ ഇത്. അല്ലാതെ ജനിച്ച കാലം തൊട്ട് മരിക്കുന്നവിടം വരെ എന്നല്ല. അതായത് ജനിച്ചു, നമുക്ക് ഇത്ര കാലം വരുമ്പോൾ ശകടയോഗം നമുക്ക് ആരംഭിച്ച് ശകടയോഗത്തിൻ്റെ പീരീഡ് കഴിയുമ്പോൾ അത് പോയി. ചില ആളുകളെ ശകടയോഗം വാതിലാണ് കിടക്കുന്നതെങ്കിൽ അവർക്ക് ചില ജ്യോത്സ്യനെ കണ്ടു കഴിഞ്ഞാൽ അവർ അതിന് പരിഹാരകർമ്മം പറഞ്ഞു തരുമ്പോൾ അത് ചെയ്യുമ്പോൾ അതിൻ്റെ കെടുതി കുറയും. 3ാമത്തെ കാര്യം, ശകടയോഗം ഭംഗമൊന്നും കൂടി ജ്യോതിഷത്തിലുണ്ടെങ്കിൽ ശകടയോഗം നിങ്ങൾക്ക് കേൾക്കാൻ പോകുന്നില്ലെന്നുള്ളതാണ് അതിനർത്ഥം. ശകടയോഗവും കണ്ട് ശകടയോഗ ഭംഗവും കിടപ്പുണ്ടെങ്കിൽ, ശകടയോഗ ഭംഗയോഗമൊന്നും കൂടി കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ശകടയോഗം ഉണ്ടെങ്കിൽ അതിൻ്റെ യാതൊരു ലക്ഷണവും നിങ്ങൾ പ്രകടമാവുകയില്ല എന്നും കൂടിയാണ് എൻ്റെ തെളിവ്. അപ്പോൾ ശകടയോഗം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതിനുശേഷം ശ്രേഷ്ഠമായ ജീവിതം നിങ്ങൾക്ക് ലഭിക്കും. ചിലപ്പോൾ ശകടയോഗം മാറുന്ന ചിലപ്പോൾ 60-ലായിരിക്കാം, 28-ലായിരിക്കാം, 30-ലായിരിക്കാം, 50-ലായിരിക്കാം, ചിലപ്പോൾ 80-ലായിരിക്കാം. ചിലപ്പോൾ ലൈഫിൻ്റെ പകുതി എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിന് വലിയ നീളമൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ശകടയോഗം വരുമ്പോൾ അനാവശ്യമായ ചിന്തകൾ കയറുക, ഉറക്കം നഷ്ടപ്പെടുക തുടങ്ങിയവെല്ലാം സംഭവിക്കും. അതെല്ലാം സംഭവിക്കും. സമാധാനക്കേടുകൾ പല രൂപത്തിൽ പല ഭാവത്തിൽ വന്നു കയറും. ഇതാണ് പരിപാടി. ഇപ്പോൾ ശകടയോഗം ഉണ്ടെങ്കിൽ ശകടയോഗ ഭംഗം കൂടി ജ്യോതിഷത്തിൽ ജാതകത്തിലുണ്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു കർമ്മവും ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല, തന്നെ അത് പോകും. ശകടയോഗം വന്നാലും തന്നെ വിട്ടുപോകും. പക്ഷേ അനുഭവങ്ങളുടെ കട്ടി കുറയ്ക്കാൻ പരിഹാര കർമ്മങ്ങൾ ചെയ്യുക, നല്ലൊരു ജ്യോത്സ്യനെ കണ്ട് ചെയ്യുക. ചില ആളുകൾ ചിലപ്പോൾ വെറുതെ പല കാര്യങ്ങളും പറഞ്ഞു വിടാറുണ്ട്. അത് മനസ്സിലാക്കി നല്ല ആളുകളുടെ അടുത്ത് മാത്രം ചെന്ന് ഗ്രഹനില വെച്ച് പരിശോധിപ്പിക്കുക. വെറുതെ ഇല്ലാത്ത ഗ്രഹനില ചെന്ന് വെച്ച് യോഗമുണ്ടോ എന്ന് ചോദിച്ച് യോഗമുണ്ടെന്ന് ചിലർ നുണ പറയാൻ സാധ്യതയുണ്ട്. അതും ശ്രദ്ധിച്ച് പോവുക. യോഗങ്ങൾ കൂട്ടാൻ നന്നായി അറിയാവുന്ന ആളെ കൊണ്ട് വെച്ച് തന്നെ കൂട്ടിച്ച് മനസ്സിലാക്കിയെടുക്കുക. സത്യവന്തനായ ആളുടെ അടുത്ത് മാത്രം ചെല്ലുക. അല്ലെങ്കിൽ ദോഷയോഗങ്ങളുണ്ടെന്ന് വരെ ചില ആളുകൾ ചിലപ്പോൾ മറ്റ് പണം ഈടാക്കാനുള്ള രീതിയിൽ ചില ആളുകൾ സംസാരിക്കാറുണ്ട്. ചില ആളുകൾ അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. അതുകൊണ്ടുകൂടെ അതും കൂടി സൂക്ഷിച്ച് ചെല്ലുക. ഗ്രഹനില കൊടുത്തിട്ട് ഏതെല്ലാം യോഗങ്ങളുണ്ടെന്ന് മാത്രം കണക്ക് കൂട്ടാൻ പറയുക. ഇന്ന യോഗമുണ്ടോ എന്ന് ചോദിക്കാതിരിക്കുക കഴിയുള്ളൂ. അപ്പോൾ അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. ഏതെല്ലാം യോഗങ്ങളുണ്ട് എന്ന് മാത്രം അറിഞ്ഞു വെക്കുക. ആ യോഗങ്ങളെപ്പറ്റി ഇതുപോലെ പറയുന്ന വീഡിയോകളിൽ നിന്ന് മനസ്സിലാക്കി എടുക്കുക. അതിനുശേഷം അതിനനുസരിച്ചുള്ള ജീവിതം അനുവർത്തിക്കുക, മനസ്സിലാക്കുക. ഇന്നിപ്പോൾ ദിനപ്പൊരുത്തത്തിൻ്റെ കാര്യമാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു ആകർഷണ വികർഷണത്തെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ആകർഷണ വികർഷണത്തെപ്പറ്റി നമ്മൾ സംസാരിക്കാറുണ്ട്. അതായത് തമ്മിൽ പൊരുത്തമില്ലാത്ത 2 നക്ഷത്രങ്ങൾ കൺമുന്നിൽ വന്നു കഴിഞ്ഞാൽ അകന്നു പോകുന്നതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതിനെ തന്നെ വീണ്ടും ഞാൻ ഇവിടെ ആവർത്തന വിരസത ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം ഉത്തര നക്ഷത്രമാണ്. ഉത്തര നക്ഷത്രമായിട്ട് ആർക്കൊക്കെ പൊരുത്തമില്ല,
ഞാൻ പറഞ്ഞിരുന്നു. ഉത്തരത്തിൻ്റെ പൊതു സ്വഭാവം പറഞ്ഞിരുന്നു. ആ പൊതു സ്വഭാവത്തിൽ ഞാൻ പറഞ്ഞത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഉത്തര നക്ഷത്രത്തിൽ പകുതി ഒരു ജീവിതകാലം എത്തുമ്പോഴേ ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിൻ്റെ ഭാരം തലയിലേക്ക് വരുന്ന ആളുകളാണ് ഉത്തരത്തിൽപ്പെട്ട സ്ത്രീയും പുരുഷനും എന്ന് പറഞ്ഞിരുന്നു. ഇവർക്ക് ഉന്നതമായ ജോലികൾ ലഭിക്കും. ആദ്യകാലത്ത് കഷ്ടപ്പാടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഇവരുടെ ജീവി നക്ഷത്ര മൃഗം എന്ന് പറയുന്നത് ഒട്ടകമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മരുഭൂമിയിലെ കപ്പലെന്ന് പറയുന്ന ഒരു ജീവിയാണ് ഒട്ടകം. ഒട്ടകം ഭാരമെടുത്ത് സ്വയം നടക്കുന്ന പോലെ തന്നെ ചൂടോ തണുപ്പോ പ്രശ്നമില്ലാതെ സേഫായ ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നവരെ നടക്കാൻ മടിയില്ലാത്തൊരു ജീവിയാണ് ഒട്ടകം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും പല പ്രശ്നങ്ങളിലൂടെയും കടന്നിട്ട് ഉത്തരംകാർ ചെറുപ്രായത്തിൽ തന്നെ കോടീശ്വരന്മാരാകും. സ്ത്രീകളാണെങ്കിൽ കോടീശ്വരികളാകും. അതാണ് പ്രത്യേകത. സ്വന്തമായി ബിസിനസ് ചെയ്യുകയാണ് ഇവരുടെ ഉദ്ദേശം. ഇവരാരുടെ മുമ്പിലും തലകുനിക്കുകയില്ല. ആരുടെയും ജോലിക്കാരനാവുക അല്ലെങ്കിൽ ജോലിക്കാരിയാവുക എന്ന് പറയുന്നത് ഉത്തരത്തിന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ജീവിതത്തിൻ്റെ ആദ്യത്തെ കാലഘട്ടത്ത് ഇവർ ജോലിക്കാരാണ്. പകുതിയിലെത്തുമ്പോൾ ഒരു 30 വയസ്സിന് മുമ്പ് തന്നെ ഇവർ സ്വന്തമായി സ്ഥാപനം ഇട്ടിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങിയിരിക്കും. ബിസിനസ്സാണ് ഉത്തരത്തിൻ്റെ പരിപാടി. മറ്റുള്ളവരെ വെച്ച് ജോലി ചെയ്യിക്കുന്നതാണ് ഉത്തരത്തിന് ഇഷ്ടം. ഉത്തരത്തിൽ പറഞ്ഞ ഏത് വ്യക്തിയാണേലും ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നിലവിൽ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ കാണുന്നെങ്കിലും അവരുടെ മൈൻഡ് സെറ്റിൽ ബിസിനസ് തന്നെയാണ് ഇരിക്കുന്നത്. അവരിടയ്ക്കിടയ്ക്ക് പുതിയ പ്ലാനുകളെ പറ്റി ബിസിനസ് ഇടുന്നതിനെ പറ്റിയും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിമിഷം. തീർച്ചയായും ഈ വീഡിയോ കേൾക്കുന്ന ഉത്തരത്തിലുള്ള എല്ലാ ആളുകൾക്കും അതുതന്നെയാണ് യഥാർത്ഥ സ്വഭാവം എന്ന് ഞാൻ ഇവിടെ പറയുന്നു. ബിസിനസ് മൈൻഡാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ജീവിതത്തിൽ രക്ഷപ്പെടുന്നവരാണ്. ഒപ്പം അവർക്ക് ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യാൻ കഴിവുള്ള ആളുകളെ കൂട്ടത്തിൽ നിർത്തി ജോലി ചെയ്യിക്കാനുള്ള കഴിവ് കൂടി ഉത്തരത്തിനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഉത്തരം മറ്റൊരാൾക്ക് കൊടുക്കേണ്ട അംഗീകാരം കൊടുത്ത് ആളെ കൂട്ടത്തിൽ നിർത്തി അവർ ചെയ്യുന്ന ജോലിയുടെ ഒരു ലാഭവും ഇവരെ എടുത്ത ശേഷം ആ വ്യക്തിക്ക് വേണ്ട ശമ്പളവും അംഗീകാരവും കൂടി കൊടുത്തു വിടുന്ന ആളുകളാണ് ഉത്തര നക്ഷത്രക്കാർ. ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമ്മുടെ കൂട്ടിയ നക്ഷത്രങ്ങളിലെല്ലാം നമുക്ക് പൊരുത്ത നക്ഷത്രങ്ങൾ ഇത്ര, ശത്രു നക്ഷത്രങ്ങൾ ഇത്ര എന്ന് പറഞ്ഞു. ഉത്തരത്തിൻ്റെ കാര്യത്തിൽ അല്പം ശത്രു നക്ഷത്രങ്ങളുടെ കാര്യത്തിൽ അല്പം കട്ടി കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ആദ്യകാലത്ത് അല്പം കഠിനമായി അനുഭവിക്കേണ്ടതായി വരിക, അല്പം കഠിനമായ ദോഷങ്ങൾ അനുഭവിക്കേണ്ടതായി വരിക. ആ നക്ഷത്രങ്ങൾ ഏതെല്ലാം നമുക്ക് പരിശോധിക്കാം. 11 നക്ഷത്രവുമായിട്ട് ഇവർക്ക് പൊരുത്തമില്ല. ടോട്ടൽ ഉള്ളത് 27 നക്ഷത്രമാണ്. ഇതിൽ 11 പോയി, ബാക്കിയുള്ളതാണ് നിങ്ങളുമായിട്ടുള്ള പൊരുത്ത നക്ഷത്രം. ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങളുള്ള അശ്വതിക്ക്, പിന്നെ മുഴുവൻ അങ്ങോട്ട് പൊരുത്തമില്ലാത്ത നക്ഷത്രം മാത്രമേ ഉള്ളൂ, പൊരുത്തമുള്ളത് കുറവായിരുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞു തൊട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞ പൂരം വരെയുള്ളവർക്ക് പൊരുത്ത നക്ഷത്രങ്ങൾ കൂടുതലും ശത്രു നക്ഷത്രങ്ങൾ കുറവ് വരും. ചിലർക്ക് 6, ചിലർക്ക് 8 ആ ഒരു ഗതിയിലായിരുന്നു നിന്നത്. പക്ഷേ ചിലർക്ക് 9 ശത്രു നക്ഷത്രം. പക്ഷേ ഉത്തരത്തിൻ്റെ കാര്യത്തിൽ പകുതിയിലൊരു ഇട നമ്പറിലാണ് വന്നതെങ്കിലും 11 നക്ഷത്രമായിട്ട് പൊരുത്തമില്ല. ഈ 11 നക്ഷത്രക്കാരും സാധാരണ നക്ഷത്രക്കാരെ പോലെ അല്ല, വ്യത്യാസമുണ്ട്. സമൂഹത്തിൽ കൂടുതൽ ശക്തി പ്രകടിപ്പിക്കുന്ന നക്ഷത്രക്കാരാണ് ഈ പൊരുത്തമില്ലാത്ത 11 നക്ഷത്രക്കാർ. ബാക്കി ഇതുവരെ പറഞ്ഞ അശ്വതിക്ക് വന്നിരിക്കുന്ന പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങളാണെങ്കിൽ അത്രയും പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങളും സമൂഹത്തിൽ പൂർണ്ണമായും ശക്തി പ്രകടിപ്പിക്കുന്ന ആളുകളല്ല. ഭരണിക്കാണെങ്കിലും പൂർണ്ണമായും ശക്തി പ്രകടിപ്പിക്കുന്ന നക്ഷത്രങ്ങളല്ല. ഇപ്പോൾ മകയിരം, രോഹിണി, പുണർതം, തിരുവാതിര, പൂയം, ആയില്യം, മകം, പൂരം നക്ഷത്രമൊക്കെ ആണെങ്കിൽ ശക്തി പ്രകടിപ്പിക്കുന്ന അമിതമായ നക്ഷത്രങ്ങളല്ല. 1 2 ഉള്ളൂ വളരെ ശക്തി പ്രകടിപ്പിക്കുന്ന നക്ഷത്രങ്ങൾ. പക്ഷേ ശക്തി പ്രകടിപ്പിക്കുന്ന നക്ഷത്രങ്ങളുടെ പേരാണ് ഞാൻ ഇപ്പം പറഞ്ഞ പേരുകൾ: അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുണർതം, പൂയം, ആയില്യം, മകം, പൂരം. ഈ പറയുന്ന നക്ഷത്രമെല്ലാം ശക്തി പ്രകടിപ്പിക്കുന്ന നക്ഷത്രമാണ്. അവരുടെ എതിർ നക്ഷത്രങ്ങളെല്ലാം അത്ര തന്നെ ശക്തി ഇല്ലാത്ത നക്ഷത്രങ്ങളാണ്, പൊരുത്തക്കുറവുള്ളത്. പക്ഷെ ഉത്തരത്തിന് എന്താ പ്രശ്നം? ശക്തി പ്രകടിപ്പിക്കുന്ന നക്ഷത്രങ്ങളാണ് ശത്രു നക്ഷത്രത്തിൽ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഉത്തരത്തിൻ്റെ അനുഭവങ്ങൾ അല്പം കഠിനമാണ്. അതുകൊണ്ടാണ് ചെറുപ്പത്തിൽ തന്നെ ഭാരം ഏറ്റെടുക്കേണ്ട വരുന്നതും ഒപ്പം കഠിനമായ അപമാനങ്ങളും കുത്തുവാക്കുകളും ആദ്യ കാലഘട്ടത്തിൽ സഹിക്കേണ്ടതായി വരികയും ആ ഒരു മൈൻഡ് സെറ്റിൽ മറ്റുള്ളവരെ ജയിച്ച് കാണിക്കണമെന്നുള്ള വാശിയിൽ സഞ്ചരിക്കാൻ ഇടവരികയും അതിനുശേഷം സ്വന്തമായി ബിസിനസ് സ്ഥാപനം വിടണമെന്നുള്ള കൊണ്ടുവരുന്നു. അപ്പോൾ സാധാരണ നക്ഷത്രങ്ങളെ വെച്ച് അല്പം പ്രത്യേകതയുള്ള
ഗ്രഹനിലയിൽ ഏറ്റവും മുൻസ്ഥാനത്ത് നിൽക്കുന്ന നക്ഷത്രങ്ങളെ മാത്രമായി ശത്രു നക്ഷത്രത്തിൽ കിട്ടിയിരിക്കുന്ന ഉത്തരംകാരുടെ ശത്രു നക്ഷത്രങ്ങൾ ഏതെല്ലാം നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ നക്ഷത്രമാണ് അശ്വതി. അശ്വതിയുമായിട്ട് ഉത്തരത്തിന് പൊരുത്തമില്ല. അപ്പോൾ നമുക്കറിയാം ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന നക്ഷത്രവും ഏറ്റവും പ്രബലമായ നക്ഷത്രവുമാണ് അശ്വതി. ഒന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അശ്വതി ഉത്തരവും ചേർന്ന് പോവുകയില്ല. അപ്പോൾ പ്രബല നക്ഷത്രമാണ് ശത്രുവായി വന്നത്. അല്ലാതെ ലാസ്റ്റ് എൻഡിൽ വരുന്ന പൂരുരുട്ടാതി അല്ലെങ്കിൽ രേവതി അല്ലെങ്കിൽ ഉത്രട്ടാതി പോലുള്ള പൂർണ്ണമായി ലളിതമായ ജീവിതം നയിക്കുന്ന ആളുകളല്ല. ഇപ്പം രേവതിയാണ് അല്ലെങ്കിൽ അതുപോലെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും താഴ്ന്ന, അതായത് വലിയ മുൻപന്തിയിലേക്ക് പോകണ്ട, ലളിതമായ ജീവിതം മതി എന്ന് ചിന്തിക്കുന്ന നോർമൽ നക്ഷത്രക്കാർ ശത്രു നക്ഷത്രത്തിൽ വന്നു കഴിഞ്ഞാൽ അത്ര പ്രശ്നമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയ വാക്കുകാർക്കും ദേഷ്യപ്പെടൽ, ഒച്ചപ്പാട്, ഉന്തുന്തള്ളു, വഴക്ക് ഒക്കെ അവസാനിക്കുമെങ്കിലും കംപ്ലീറ്റായ നാശം, കഠിനമായ നാശങ്ങൾ ശത്രു നക്ഷത്രത്തിലാണ് സംഭവിക്കുന്നതാണ് പ്രബല നക്ഷത്രങ്ങൾ വേണ്ടത്. പ്രബല നക്ഷത്രങ്ങളാണ് മുന്നോട്ട് ഉയർച്ച ചിന്തിക്കുന്ന നക്ഷത്രം. മുന്നോട്ട് ഉയർച്ച ചിന്തിക്കുമ്പോൾ കൂടെ ഒരു മത്സരാർത്ഥി ഉണ്ടെങ്കിൽ അത് പ്രശ്നത്തിലാണ് പോവുക. ഒരേ സമാന മനസ്കതയോട് വന്നു കഴിയുമ്പോൾ മത്സരബുദ്ധി കൂടി നിൽക്കുന്ന നക്ഷത്രമാണ് വിജയിക്കാൻ സാധ്യത കൂടുതൽ. അപ്പോൾ പ്രബല നക്ഷത്രങ്ങളിൽ പെടുന്നതാണ് അശ്വതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്തരംകാരുടെ മൈൻഡ് ഫിറ്റുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ വലിയൊരു മത്സരം അവിടെ ഉണ്ടാകുന്ന ഒരു രീതിയാണ് അവിടെ ഉണ്ടാകുക. അതായത് ഉത്തരത്തിൽപ്പെടുന്ന ആൾക്ക് അശ്വതി ഇഷ്ടപ്പെടില്ല, അശ്വതിപ്പെടുന്ന ആൾക്ക് ഉത്തരത്തെ ഇഷ്ടപ്പെടില്ല. പ്രബല നക്ഷത്രമാണ് ഉത്തരത്തിൻ്റെ ആദ്യത്തെ ശത്രു. അടുത്ത നക്ഷത്രം ഏതാണ് നമുക്ക് പൊരുത്തമില്ലാത്തതെന്ന് നോക്കാം. അടുത്തായിട്ട് ഭരണി നക്ഷത്രവും ഉത്തരവും ചേരുകയില്ല. അപ്പം മനസ്സിലായാലോ, അശ്വതി കഴിഞ്ഞാൽ പിന്നെ ഭരണിയാണുള്ളത്. മുൻപന്തിയിൽ നിൽക്കുന്ന നക്ഷത്രമായിട്ട് ഉത്തരത്തിന് പൊരുത്തമില്ല. അപ്പം ഭരണിയായിട്ട് പൊരുത്തമില്ല. ഞാനീ പറഞ്ഞ ദിവസങ്ങളുമായിട്ടും ഉത്തരത്തിന് പൊരുത്തമില്ലെന്ന് മനസ്സിലാക്കുക. അശ്വതി വരുന്ന ദിവസവും പൊരുത്തമില്ല, ഭരണി വരുന്ന ദിവസവും പൊരുത്തമില്ല. ഭരണിപ്പെടുന്ന ആളുമായിട്ടും ചേർന്ന് പോവില്ല, അശ്വതിയായിട്ട് വരുന്ന ആളുമായിട്ട് ഉത്തരം ചേർന്ന് പോവില്ല. തിരിച്ച് അശ്വതിക്കാരെ ഉത്തരവായിട്ട് ചേർന്ന് പോവില്ല, ഭരണിക്കാരെ ഉത്തരവായിട്ട് ചേർന്ന് പോവില്ല. മനസ്സിലാക്കിയിരിക്കുക. അടുത്തായിട്ട് കാർത്തികമായിട്ട് ഉത്തരം ചേരുകയില്ല. കാർത്തികമായിട്ട് ഉത്തരം ചേരുകയില്ല. കാർത്തിക പ്രബല നക്ഷത്രമാണ്. മനസ്സിലായോ? ഇപ്പം പറഞ്ഞ 3 നക്ഷത്രം ദേവഗണമാണ്. മനസ്സിലാക്കണം. അപ്പോൾ അവിടെയും പ്രശ്നമാണ്. അപ്പോൾ അതും പ്രബല നക്ഷത്രത്തിൽപ്പെട്ടാണ്. ഈ പ്രബല നക്ഷത്രമായിട്ട് ഉത്തരം ചേരുകയില്ല. അപ്പോൾ തന്നെ അല്പം കൂടി കഠിനമായ ഒരു പ്രശ്നങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. കാർത്തികമായിട്ട് ചേർന്ന് പോവുകയില്ല. അടുത്തായിട്ട് ചിത്തിരിയാണ്. ചിത്തിരി ഒരു പ്രബലമായ നക്ഷത്രമാണ്. ജ്യോതിഷം, മന്ത്രവാദം, വൈദ്യം, ഡോക്ടർ, സയൻസ് തുടങ്ങിയ വലിയ വലിയ മേഖലകളിൽ കൈവെക്കുന്ന നക്ഷത്രമാണ് ചിത്തിര. മേക്കപ്പ്, സൗന്ദര്യം തുടങ്ങിയവ പല കലാപരമായ ഫീൽഡിലും കൈവെക്കുന്ന ഒരു പ്രബലമായ നക്ഷത്രമാണ് ചിത്തിര. ഈ പറഞ്ഞ ചിത്തിരയായിട്ടും ഉത്തരം യോജിക്കത്തില്ല. മനസ്സിലാവുക. അപ്പോൾ ചിത്തിര വേറെ ദിവസവും ഉത്തരം യോജിക്കത്തില്ല. അടുത്ത വിശാഖമാണ്. വിശാഖം ഒരു പ്രബലമായ നക്ഷത്രമാണ്. വിശാഖം പ്രബലമായ നക്ഷത്രമാണ്. അതുമായിട്ടും ഈ പറയുന്ന ഉത്തരം ഒരു വിധത്തിലും യോജിക്കത്തില്ല. അടുത്തായിട്ട് പ്രബലമായ മറ്റൊരു നക്ഷത്രമാണ് തൃക്കേട്ട. തൃക്കേട്ടയുമായിട്ടും ഉത്തരം യോജിക്കത്തില്ല. ഇനി ഇതുവരെ നക്ഷത്രങ്ങളെ ബാധിക്കാതിരുന്ന മറ്റൊരു പ്രശ്നം കൂടി, ഉത്രവും യോജിക്കത്തില്ല. സ്വന്തം നക്ഷത്രം തന്നെ സ്വന്തമായി യോജിക്കാത്ത ഒരു ഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് ഉത്രം. ഉത്തരത്തിന് ഉത്തരം ശത്രു തന്നെ. മനസ്സിലാവുക. ഉത്തരം വരുന്ന ദിവസവും അത്ര ശുഭകരമല്ല. ഉത്തരം ദിവസം ജനിക്കുന്ന കുഞ്ഞിൻ്റെ നക്ഷത്രമാണ് ഉത്രം. അതിനുശേഷം ആ കുട്ടിക്ക് 1 വയസ്സ് പൂർത്തീകരിച്ച ശേഷം ഉത്തരം വരുന്ന മാസങ്ങളല്ല കുട്ടിക്ക് ശുഭകരമല്ല. ഉത്തരത്തിൽപ്പെടുന്ന ആളുകളും ശുഭകരമല്ല. യഥാർത്ഥത്തിൽ നമ്മൾ പൊരുത്തക്കുറവ് എപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് 15 വയസ്സോ 16 വയസ്സോ ഉള്ള സമയങ്ങളിലൊന്നും നമ്മൾ സ്വയം പൊരുത്തക്കുറവ് മനസ്സിലാക്കുകയില്ല. മുതിർന്ന ആളുകളുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മളോട് എന്തുകൊണ്ട് അവർ ദേഷ്യപ്പെടുമെന്ന് നമുക്ക് മനസ്സിലാവുകയില്ല. കാരണം കുട്ടിക്കാലത്ത് നമ്മൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ എല്ലാവരും നമ്മളോട് ദേഷ്യപ്പെടാറുണ്ട്. അപ്പോൾ പൊരുത്തത്തിൽ ഉള്ളവരാണല്ലോ, പൊരുത്തത്തിൽ ഇല്ലാത്തവരാണ് ദേഷ്യപ്പെടാറുണ്ട്. നമുക്ക് പ്രായപൂർത്തി ആയ ശേഷം നമുക്ക് വരുന്ന മാറ്റങ്ങൾ, നമുക്കും ദേഷ്യം വരുന്നു അവർക്കും ദേഷ്യം വരുന്നുണ്ടെങ്കിൽ തൊട്ടാണ് പൊരുത്തത്തിൻ്റെ ഒരു പരിപാടി സ്റ്റാർട്ട് ആവുക. ശരിക്കും കുട്ടിക്കാലം എന്ന് പറയുന്നത് പൊരുത്തക്കുറവിലോട്ട് അത്ര സ്ട്രോങ് ആയി നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മുതിർന്ന വ്യക്തിക്ക് ആ കുട്ടി ഇഷ്ടപ്പെടുന്ന വ്യക്തിയല്ല. ആ കുട്ടി ശത്രുസ്ഥയാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയല്ല ആ കുട്ടി. പക്ഷേ ആ കുട്ടിക്ക് ഇത് അനുഭവവേദിയാവുന്നത് കുട്ടിയുടെ 18 വയസ്സ് കഴിഞ്ഞ ശേഷം, സ്ത്രീയാണെങ്കിലും പുരുഷാണെങ്കിലും. ഇനിയിപ്പോൾ അടുത്ത 27 നക്ഷത്രക്കാരൻ കാര്യമാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പോൾ അടുത്ത നക്ഷത്രഭേദം നമുക്ക് നോക്കാം. പൂരൂരുട്ടാതിയാണ്. അപ്പോൾ പൂരൂരുട്ടാതിയുമായിട്ട് ഉത്തരത്തിന് പൊരുത്തമില്ല. അപ്പോൾ പൂരൂരുട്ടാതി നക്ഷത്രം അത്ര പ്രബല നക്ഷത്രമല്ല. താഴോട്ട് വരുമ്പോൾ ഏറ്റവും
പൊരുത്തങ്ങൾ ധാരാളം കൂടിയതായ ഒരു സാധാരണ ഒരു സമാധാനമുള്ളൊരു നക്ഷത്രമാണ്. ഉത്തരവുമായിട്ട് എത്ര പൊരുത്തമില്ല പൂരുവിട്ടതിക്ക്. അടുത്തായിട്ട് രേവതിക്ക് യാതൊരുവിധ പൊരുത്തവും ഉത്തരവും ഇല്ല, പക്ഷേ പാത വ്യത്യാസമുണ്ട്. ചില രേവതിക്കാരെ ഉത്തരത്തിന് ഇഷ്ടമാണ്, ചില രേവതിക്കാരെ ഉത്തരത്തിന് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ പാത വ്യത്യാസത്തിൽ ഒരു അര മനസ്സിലാണ് ഉത്തരവും രേവതിയായിട്ടുള്ള ഒരു പോക്ക്. അതുകൊണ്ട് വേണമെങ്കിൽ പൊരുത്തമായിട്ട് ഇത് പറയാം, വേണ്ടെങ്കിൽ പൊരുത്തമല്ല എന്ന് നമുക്ക് ഇങ്ങോട്ട് ഉപേക്ഷിച്ച് കളയാം. മനസ്സിലാക്കുക, പകുതി പകുതിയാണ്. ഉത്തരത്തിന് ചില പാദമായിട്ട് ചേരത്തില്ല. അടുത്ത ഉത്തട്ടാദിയാണ്. ഉത്തട്ടാദിയുമായിട്ട് ഉത്തരത്തിന് യാതൊരുവിധ പൊരുത്തവുമില്ല. മനസ്സിലാക്കുക, ഉത്തട്ടാദി ഒരു താഴോട്ട് വരുന്ന ഒരു നക്ഷത്രമാണ്. അത്ര പ്രബലത കാണിക്കുന്ന നക്ഷത്രമല്ല, വിജയങ്ങൾ നേടുന്ന നക്ഷത്രമാണ്, പക്ഷേ പ്രബലമല്ല. പ്രബലമല്ല, ഏറ്റവും ഫൈനലിലെത്തി. പക്ഷേ ഫൈനലിലേക്ക് ഉത്തട്ടാദി കഴിഞ്ഞ പിന്നെ രേവതി, നമ്മുടെ നക്ഷത്ര കൂട്ടങ്ങൾ അവസാനിക്കുകയാണ്. 27 നക്ഷത്രം അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാന്തിക മണ്ഡലത്തിൻ്റെ പവർ കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്ര ഒരു കഠിനമായ ഇമ്പാക്റ്റ് അവരിൽ നിന്ന് വരികയില്ല. അടുത്തായിട്ട് മറ്റൊരു പ്രബല നക്ഷത്രമുണ്ട്, തിരുവാതിര. അപ്പോൾ തിരുവാതിരയായിട്ട് ഉത്തരത്തിന് യാതൊരുവിധ പൊരുത്തമില്ല. തിരുവാതിര ഒരു പ്രബല നക്ഷത്രമാണ്, വളരെയധികം മുന്നോട്ട് പോകുന്നതും ശക്തി കൂടിയതുമായ ഒരു നക്ഷത്രം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തിരുവാതിരയായിട്ട് ഉത്തരത്തിന് പൊരുത്തമില്ല എന്ന് മനസ്സിലാക്കാം. ഞാനീ പറഞ്ഞ ഇത്രയും നക്ഷത്രക്കാരും ആയിട്ടുള്ള കണക്ഷൻസിലും വാക്കുതർക്കം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാറുണ്ട്. 2 ഈ ദിവസങ്ങളും അത്ര ശുഭകരമായ ദിവസങ്ങളല്ല എന്നുള്ളതും കൂടി ഉത്തരത്തിലുള്ളവർ മനസ്സിലാക്കുക. ഉത്തരംകാരൻ മാത്രം കുറ്റമല്ല ഇത്. 27 നക്ഷത്രക്കാർക്കും ഓരോ ഡസൻ വെച്ച് കിട്ടിയിട്ടുണ്ട്, ഓരോ സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. പലർക്കും പലതായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരാൾക്ക് പിടിക്കുന്നു, മറ്റൊരാൾക്ക് പിടിക്കത്തില്ല എന്ന രീതി തന്നെയാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അതേപ്പറ്റി മനസ്സിലാക്കാനുണ്ടെങ്കിൽ ഉത്തരത്തിൽപ്പെടുന്ന ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ബാക്കിയുള്ള വീഡിയോകൾ ഫുള്ളായിട്ട് കാണാം, അപ്പം മനസ്സിലാക്കും. ഇത് ഒരാൾക്കും മാത്രമല്ല, അശ്വതയായിട്ടുള്ളവർക്കും അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കും വേണ്ടി ഒരു ലോഡ് ഐറ്റം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ഒരു പ്രശ്നവുമില്ല. ഇത് ഞങ്ങൾക്ക് അത്യാവശ്യം കുറവാണല്ലോ, അവരെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളാണല്ലോ ഭേദമെന്ന് മറ്റ് നക്ഷത്രങ്ങൾക്കെല്ലാം ആശ്വസിക്കാം, വളരെയധികം ആശ്വസിക്കാം. കാരണം 11 നക്ഷത്രമല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കാം. ബാക്കിയുണ്ടല്ലോ പൊരുത്തമുള്ളവർ. ഇനിയിപ്പോൾ നമുക്ക് പൊരുത്തമുള്ളവരെ നോക്കാം. ഉത്തരത്തിന് പൊരുത്തമുള്ളവരാണ്. ഉത്തരത്തിന് ഏറ്റവും ശക്തിയായിട്ട് പൊരുത്തമുള്ളതാണ് ചോതി നക്ഷത്രം. ചോതിയും ഉത്തരവുമാണ് യോജിക്കുന്ന സംഭവം. വിവാഹത്തിനും നല്ലത്, മക്കളായിട്ട് ജനിക്കുകയാണെങ്കിൽ നല്ലത്, കൂട്ട് ബിസിനസ് നല്ലത്, കൂട്ട് കൃഷി നല്ലത്, ഒന്നിച്ചുള്ള യാത്രകൾ നല്ലത്, ഫ്രണ്ട്ഷിപ്പ് നല്ലത്. ഒരു ഉത്തരവും ചോദ്യം മാത്രമാണെങ്കിലും അവർ ജീവിതകാലം മുഴുവൻ പിരിയാതിരുന്നു, അവർ അനങ്ങിയില്ല. അവർക്ക് ആ 2 പേരുടെ ഫ്രണ്ട്ഷിപ്പ് മാത്രം മതി, ഉത്തരവും ചോദ്യം മാത്രം. മറ്റൊരു ഒരുപാട് കൂട്ടുകാരുടെ ആവശ്യമില്ല, 2 പേര് മതി. ആ 2 പേര് മതി, ഉത്തരവും ചോദ്യം തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്. ചതയുമായിട്ട് ഉത്തരത്തിന് നല്ല പൊരുത്തമാണ്. ആയില്യമായിട്ടും പൊരുത്തമുണ്ട്, പക്ഷെ ചില തർക്കങ്ങളുണ്ടാകും. അടുത്തായിട്ട് ഏറ്റവും നന്നായിട്ട് ഉത്തരവായിട്ട് പൊരുത്തമുള്ള ഒരു പ്രത്യേക നക്ഷത്രമുണ്ട്. ഇതുവരെയുള്ള നക്ഷത്രങ്ങളിൽ അല്പം പിന്നോട്ട് പോകുന്ന നക്ഷത്രമായിരുന്നു ഇത്. അല്പം നമ്മൾ വലിയ ഒരു ഗ്യാരണ്ടി കൊടുക്കാത്തൊരു നക്ഷത്രമാണെങ്കിലും ആ ഒരു നക്ഷത്രം ഈ ഒരു കാര്യത്തിൽ വളരെ മുമ്പിനാണ്. ഉത്തരംകാരുടെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറയും പൂരാട നക്ഷത്രം. പൂരാട നക്ഷത്രമായിട്ടാണ് ഉത്തരത്തിന് ഭയങ്കര മാച്ച. ചോതി കഴിഞ്ഞാൽ പിന്നെ പൂരാട നക്ഷത്രമായിട്ടാണ് ഉത്തരം ഏറ്റവും കൂടുതലായിട്ട് യോജിക്കുക. കാന്തികപരം ഏറ്റവും കൂടുതൽ പൂരാടവുമായിട്ടാണ്. വളരെയധികം പൊരുത്തമുണ്ട്. ഉത്തരവും പൂരാടവും, ഉത്തരവും ചോദ്യവും. പൂരാടവും ചോദ്യവും തമ്മിൽ പൊരുത്തമുണ്ട്, അതുകൊണ്ടും കുഴപ്പമില്ല. ചതയവുമായിട്ടും ആയിരമായിട്ടും പൂരാടത്തിന് പൊരുത്തം കുറവുണ്ട്, മനസ്സിലാക്കുക. പക്ഷേ ഈ പറഞ്ഞ 3 ഐറ്റം ചോദ്യം, ഉത്തരം, പൂരാടം വളരെ 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 അടുത്ത് നിൽക്കുന്ന പവറുള്ള നക്ഷത്രങ്ങളാണ്. വളരെ അധികമായിട്ട് ഇവർ യോജിക്കും, വളരെ പൊരുത്തം കൂടുതലാണ്. ഒരു ചെറിയ പ്രശ്നം ഇവിടെയുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരത്തിൽപ്പെട്ട ആൾ ചില സമയങ്ങളിൽ അവർ ബിസിനസ് വളരാനായിട്ട് ചില ബിസിനസ് ട്രിക്കുകൾ ഉപയോഗിക്കും. അത് ചിലപ്പോൾ പെട്ടെന്ന് പൂരാടത്തിന് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പൂരാടത്തിൽപ്പെട്ട ആളുകളുമായിട്ട് തെറ്റിപ്പോകുന്നൊരു ഇത് വരാറുണ്ട്. അതായത് ചില വാക്കുകൾക്കും അകൽച്ച മുതലായ ചില സമയമുണ്ട്. പക്ഷെ ചോദ്യം ഇതേക്കത്തില്ല. ചോദ്യക്ക് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ഉത്തരവും ചോദ്യവും തമ്മിലുള്ള ഇരിപ്പ് വശം അങ്ങനെയാണ്. പക്ഷേ പുരാടമായിട്ടൊരു ചെറിയ ബോണ്ടിങ് കുറവ് സമയങ്ങളിൽ വരാറുണ്ട് ചില ടൈമിൽ. പക്ഷെ വളരെയധികം ഉത്തരത്തിന് പുരാടത്തിന് ഇഷ്ടമാണ്. അതാണ് എൻ്റെ പ്രത്യേകത, മനസ്സിലാക്കുക. എന്തും പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും ഉത്തരംകാരി ഒരു ഭാവം കാണിക്കാറില്ല. അവരുടെ രീതി ഒരു വ്യത്യസ്തമാണ്. ചില സമയം പുരാടം അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് ബുദ്ധിമുട്ടും ചിലപ്പോൾ മാക്കർക്കും വഴക്കെ തന്നെ ആഹ്വാനിച്ചെന്നും വരും. പക്ഷെ പൊരുത്തമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പുരാടം വരുന്ന ദിവസവും
അയിലം വരുന്ന ദിവസവും ചതയം വരുന്ന ദിവസവും ചോതി വരുന്ന ദിവസവും ഉത്തരത്തിന് നല്ലതാണ്, ആളുകൾ നല്ലതാണ്. ഇനി ഞാൻ ഇവിടെ പറയാത്ത ബാക്കി നക്ഷത്രക്കാരല്ല, ഞാൻ ഇതിൽ പറയാതെ വിട്ടുപോയിട്ടുള്ള ബാക്കി എല്ലാ നക്ഷത്രക്കാരും ആയിട്ടും ഉത്തരത്തിന് പൊരുത്തമുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ദിവസങ്ങളുമായിട്ടും ഉത്തരത്തിന് പൊരുത്തമുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ നമുക്കൊരു ചെറിയൊരു മോട്ടിവേഷൻ സ്റ്റോറിയിലേക്ക് കടക്കാം. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണെന്ന് പറയുമ്പോൾ നമ്മൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ജനങ്ങളുടെ സമ്പർക്കം, സുഹൃത്ബന്ധം തുടങ്ങിയപ്പോൾ നമുക്ക് ജീവിക്കാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഏറ്റവും വലിയതായിട്ടൊരു കാര്യം വേണ്ടതെന്ന് വെച്ചാൽ ആശയവിനിമയം നടത്താനുള്ള കഴിവാണ്. നമ്മുടെ മനസ്സിലിരിക്കുന്ന ആശയങ്ങൾ മറ്റുള്ളവരിൽ എത്തിക്കുക. അപ്പോഴേ ഉള്ളൂ നമുക്ക് അവരുടെ മുമ്പിൽ ഒരു വില ലഭിക്കുകയുള്ളൂ. ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ ഇരിക്കുകയാണ്, പറയാൻ നമ്മൾ ഭയക്കുന്നുവെങ്കിൽ നമ്മൾ ആരെന്ന് മറ്റൊരാൾക്കും മനസ്സിലാവുകയില്ല. അവരുടെ ആശയങ്ങൾ കേട്ട് ചിലപ്പോൾ നമ്മൾ തൃപ്തിപ്പെടേണ്ടതായി വരും. അവർ ദിവസവും നമ്മളുടെ മുന്നിൽ വളരുകയും നമ്മളുടെ ഉള്ളിലും അതേ ആശയമാണ്, അതിലും വലുതായ ബൃഹത്തായ ഒരു ആശയം ഉണ്ടെങ്കിൽ തന്നെ അവിടെ അത് പറയാൻ നമ്മൾ മടിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആശയങ്ങൾ അവിടെ വളരുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് നല്ല ആശയവിനിമയം, കൃത്യമായ ആശയവിനിമയം, അത് ഏത് ഭാഷയിലും ആയിക്കോട്ടെ, കൃത്യമായ ആശയവിനിമയം നടത്തണം. ഒരു തർക്കമാണെങ്കിൽ ആ തർക്കത്തിന് പരിഹാരമുണ്ടാക്കുക, വേദനിപ്പിച്ച കാര്യങ്ങളാണെങ്കിൽ അത് തുറന്ന് സംസാരിക്കുക, മനസ്സിൽ ഒളിച്ചു വെക്കാൻ സംസാരിക്കുക. അതുപോലെ തന്നെ പിന്നെ തിരിച്ച് വേറൊരു കാര്യം പഠിച്ചു, നല്ല കേൾവിക്കാരനാകാനായിട്ട് ശ്രമിക്കുക. നല്ല കേൾവിക്കാരനാകാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് കയറി സംസാരിക്കാതിരിക്കുക, ആളെ മുഴുവനായും പറയാൻ അനുവദിക്കുക. ഇപ്പോൾ ചിലർ രണ്ട് വാക്ക് സംസാരിച്ച് കഴിയുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ തിരിച്ച് അങ്ങോട്ട് സംസാരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ആദ്യത്തെ വാക്ക് മറ്റേ ആളുടെ മുറിഞ്ഞു പോകും, പിന്നെ ആൾ ഓർത്തെടുക്കുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വരാതിരിക്കാനായിട്ട് ഒരാൾ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത് മുഴുവനായും കേട്ട ശേഷം മാത്രം തിരിച്ച് സംസാരിക്കാനുള്ള ക്ഷമ കാണിക്കുക. നല്ല കേൾവിക്കാരെയാണ് എപ്പോഴും സമൂഹത്തിന് ആവശ്യം, നന്നായിട്ട് ചോദ്യം ചോദിക്കുന്നവരെയല്ല. പക്ഷെ ചോദ്യം ചോദിക്കുന്നവരാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടം കേൾവിക്കാരനെയാണ്. എന്തുകൊണ്ടാണത്? കാരണം തിരിച്ച് ആരെയും സംസാരിക്കുമ്പോഴാണ് കുറ്റവും കുറവുകളും ഒക്കെ ഇങ്ങോട്ട് വരിക. കുറ്റവും കുറവും കേൾക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. അത് ഏത് വ്യക്തിയാണെങ്കിലും, ഇനി എത്ര ക്ഷമാശീലമുള്ള വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരാൾ ഓപ്പോസിറ്റ് എന്ന് പറയുകയാണെങ്കിൽ അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ കുറ്റവും കുറവും ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ആ വ്യക്തി പറയുന്ന എല്ലാവരും കേൾക്കുന്നതാണ് അയാൾക്ക് താല്പര്യം. ഇതാണ് എല്ലാ മനുഷ്യൻ്റെ താല്പര്യം. ആ താല്പര്യം മനസ്സിലാക്കി ആദ്യം നമ്മൾ നല്ലൊരു കേൾവിക്കാരനെ മാറുക. അതിനുശേഷം നമ്മളുടെ വാക്ക് ചിലപ്പോൾ അവർ കേൾക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതിനാണ് കൃത്യമായ ആശയവിനിമയം നടത്തുക എന്ന് പറയുന്നത്. വലിച്ചു നീട്ടി പറയാതെ ചെറിയ വാക്കുകളിലൂടെ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഒറ്റ വാക്കിൽ തന്നെ ഉത്തരം കൊടുത്ത് അതിലെല്ലാ അർത്ഥങ്ങളും ചേർത്ത് പറയാനുള്ള ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് സമൂഹത്തിൽ വളരെയധികം മുന്നോട്ട് പോകാൻ മനസ്സിലാക്കുക. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പം ഞാൻ പറയാം, പണ്ട് ഒരു നടന്ന കഥയാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് ഐതിഹ്യങ്ങൾ കേട്ടിട്ടുണ്ട്, ബുദ്ധ കഥകളിൽ കേട്ടിട്ടുണ്ട്, ചാണക്യ കഥകളിൽ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് നല്ലൊരു കേൾവിക്കാരൻ, എന്താണ് അനുസരണ എന്നുള്ളതിനെ പറ്റി പറയുന്നത്. ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ വളരെയധികം വിഷജീവിയായ ഒരു പാമ്പുണ്ടായിരുന്നു. ആ പാമ്പിന് വളരെ വിഷമാണ്, എല്ലാവരും ചെന്നത് കടിക്കും. അതിനെ പേടിച്ച് ആരും പുറത്തിറങ്ങി കഴിഞ്ഞ് ഇവനെ ഉപദ്രവിക്കും. ജനങ്ങളെല്ലാം പരിഭ്രാന്തിയിലാണ് ജീവിച്ചത്. അപ്പോൾ അതിലെ ഒരു സന്യാസി വരുവാണ്. സന്യാസി വരുമ്പോൾ ഈ പാമ്പ് കടിക്കാണ്ട് ചെന്ന് കഴിയുമ്പോൾ സന്യാസി പാമ്പിനോട് ചോദിച്ചു, എന്താണ് പാമ്പേ, നീ ഇങ്ങനെ എല്ലാവരും ഉപദ്രവിച്ച് കഴിഞ്ഞാൽ ശരിയാവുമോ? ആളുകൾക്ക് ജീവിക്കേണ്ടതെല്ലാം ചോദിച്ച് ഒരു മാനസാന്തരം ഈ ഒരു പാമ്പിന് വന്നു കഴിഞ്ഞാൽ ഈ പാമ്പാരം കടിക്കാതെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും, കുറേ മാസങ്ങൾ കഴിഞ്ഞ് സന്യാസി അതേ റൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കുറച്ച് കുട്ടികൾ പാമ്പിനെ വാരി കറക്കി നിലത്തടിക്കുകയാണ്. നിലത്തടിക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോൾ സന്യാസി അടുത്ത് ചെന്ന് കുട്ടികളെ ഓടിച്ചു വിട്ടു. അപ്പോൾ നോക്കുമ്പോൾ ഈ പാമ്പ് മരിക്കാറായി. അപ്പോൾ സന്യാസി ചോദിച്ചു, നിനക്കെന്താണ് പറ്റിയതെന്ന് ചോദിച്ചു. അപ്പോൾ പാമ്പ് പറഞ്ഞു, സന്യാസി അല്ലേ പറഞ്ഞത് എനിക്ക് ആരെ ഉപദ്രവിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ എല്ലാവരെയും കടിക്കുകയും ഉപദ്രവിക്കുകയും നിർത്തി. ഇപ്പോൾ ആളുകൾക്ക് ആർക്കും എന്നെ ഒരു ഭയമില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാവരെയും കളിപ്പാട്ട വസ്തുവാണ്. സന്യാസി പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ മരിക്കാറായി, എൻ്റെ കോലം കണ്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ സന്യാസി പറഞ്ഞു, നീ കടിക്കണ്ട, എനിക്ക് ചീറ്റാലോ എന്ന് ചോദിച്ചു. അപ്പോൾ പൂർണ്ണമായും മാറാൻ ആരാണ് പറഞ്ഞത്? പൂർണ്ണമായും മാറുക എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതിലുണ്ടായ തെറ്റായ വ്യാഖ്യാനം കൊണ്ടല്ലേ നീ പൂർണ്ണമായും മാറിപ്പോയത്? ചെറുതായി നിനക്കൊന്ന് ചീറ്റാലോ എന്ന് ചോദിച്ചു.
അപ്പോൾ ഇത് പറഞ്ഞ സന്യാസി പോയി. അതിനുശേഷം കുട്ടികൾ വീണ്ടും ഇതിനടുത്തേക്ക് നിന്ന് പാമ്പിൻ്റെ അടുത്തേക്ക് നിന്ന് ഇപ്പോൾ പാമ്പ് പെട്ടെന്ന് പത്തി വിരിച്ച് ഒറ്റ ചീറ്റിച്ചു. അപ്പോൾ തന്നെ പഴയ അതിൻ്റെ സ്വഭാവം എല്ലാവർക്കും ഓർമ്മയുള്ളതുകൊണ്ട് എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. ഗ്രാമത്തിലുള്ളവർ പിന്നെ ആരും ഇതിനെ ഉപദ്രവിക്കുകയാണ്. ഇതുപോലുള്ള അവസ്ഥകളിലൂടെ ചില ആളുകൾ കടന്നു പോകാറുണ്ട്. ചില സമയങ്ങളിൽ ക്ഷമയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ കൊണ്ടോ ചില സമയം രക്ഷയില്ലാതെ വരുമ്പോൾ ചെറുതായി ഒന്ന് ചീറ്റ എന്ന രീതിയിലുള്ള ഒരു ഗുണപാഠമാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൃത്യമായ ആശയവിനിമയം ആ ഗുരു നടത്തുന്നതിൽ വന്ന പാകപ്പിഴ കൊണ്ട്, കൃത്യമായ ഒരു കേൾവിക്കാരനാകാത്തതിൻ്റെ തകരാറ് കൊണ്ടുമാണ് ഈ ഒരു പാമ്പിന് ഈ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചത്. ഇതുപോലെ തന്നെയാണ് നമ്മളോട് ആളുകൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ കൃത്യമായ കേൾവിക്കാരനായ ശേഷം അങ്ങോട്ട് തിരിച്ച് കൃത്യമായ രീതിയിൽ ആശയവിനിമയം നടത്തുക. ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും മനസ്സിൽ സംശയങ്ങളുണ്ടാകും. സംശയങ്ങൾ വരുന്ന കാര്യങ്ങൾ നമ്മൾ തുറന്ന് ചോദിക്കാൻ മടി കാണിക്കാതിരിക്കുക. അപ്പോൾ തുറന്ന് ചോദിക്കുന്നതിലൂടെ നമുക്ക് കുറച്ചുകൂടി വിജയം വരിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ മനസ്സിൽ സംശയം ഇരിക്കും. സംശയിച്ച് നമ്മൾ ഓരോന്ന് ചെയ്യും, അവസാനം തെറ്റും. അവസാനം ഈ വ്യക്തി തന്നെ വന്നു വെച്ചാൽ നമ്മളോട് പറയും, ഞാൻ പറഞ്ഞത് അങ്ങനെയായിരുന്നു, താൻ ഇങ്ങനെയാണ് ചെയ്തതെന്ന് പറയും. അങ്ങനെ വാക്കുകൾക്കത്തെ പോകാതിരിക്കാനാണ് നല്ല കേൾവിക്കാരനാകാൻ പറയുന്നത്, നല്ല രീതിക്കുള്ള ആശയവിനിമയം ചെയ്യാൻ പറയുന്നത്. അപ്പം ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിലേക്ക് ലളിതമാക്കി ചുരുക്കി പറയാനായിട്ട്, അല്ലെങ്കിൽ വലിച്ചു കെട്ടി പറയേണ്ട കാര്യമാണ് വലിച്ചു കെട്ടി പറഞ്ഞേച്ച് അത് മനസ്സിലാവുന്ന രീതിയിലേക്ക് എത്രയും ലളിതമാക്കാവോ അത്രയും ലളിതമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നല്ല ആശയവിനിമയം സംഭവിക്കുകയും നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ വളരെയധികം വിജയകരമാവുകയും ചെയ്യും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു മോട്ടിവേഷൻ സ്റ്റോറിയിൽ നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇത് നമ്മൾ ചർച്ച ചെയ്തു, പാമിസ്ട്രിയിൽ നമ്മളെ മഹാവിഷ്ണുവിൻ്റെ ഒരു യോഗം വരുന്ന സൈൻ വന്നു കഴിഞ്ഞുള്ള അനുഭവങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ഈ ശകടമഹായോഗം എന്ന് പറഞ്ഞിട്ടുള്ള ശകടയോഗം എന്ന് പറയുന്ന യോഗം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കഷ്ടപ്പാടുകൾ വരിക എന്നും അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്നും നമ്മളിവിടെ സംസാരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു മോട്ടിവേഷൻ സ്റ്റോറിയും അതുപോലെ ഉത്തര നക്ഷത്രക്കാർക്ക് വരുന്നതായ ശത്രു നക്ഷത്രക്കാർ ഏതെല്ലാമാണുള്ളതെന്നും പറഞ്ഞു. അപ്പോൾ ശത്രു നക്ഷത്രം എന്ന് കേട്ട് പേടിക്കേണ്ട, ഒരാളുടെ ശത്രു നക്ഷത്രം മറ്റൊരാളുടെ മിത്ര നക്ഷത്രമാണെന്ന് കൂടി ഓർക്കുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ചാനലിലേക്ക് ആദ്യമായി വന്ന ആളുകൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക കൂടി ചെയ്യുക. അപ്പോൾ പുതിയൊരു വിഷയവുമായിട്ടും പാമിസ്ട്രിയിലെ ഒരു അത്ഭുത രേഖയുമായിട്ടും അടുത്തൊരു അധ്യായത്തിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവരോടും ബൈ.